ദുഃഖം തോന്നുന്നുണ്ടോ? നമ്മൾ ഇതുവരെ ഓടിയതും ഇരിക്കാം. ഇനി ഓടാൻ വെമ്പൽ കൊണ്ട് നമ്മൾ നിൽക്കുന്നതും എങ്ങോട്ടാണ് ഒന്ന് ചിന്തിക്കുവാനുള്ള ഒരവസരമാണ് നമ്മുടെ മുമ്പിൽ. നമ്മൾ ഈ ഗാനത്തിലൂടെ, ജോസേട്ടൻ പറഞ്ഞ വചനത്തിലൂടെ, അച്ഛൻ സൂചിപ്പിച്ച വചന സന്ദേശത്തിലൂടെ നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കാം. പിന്തിരിഞ്ഞു നോക്കുന്ന ഒത്തിരി സംഭവങ്ങൾ സുവിശേഷത്തിലുണ്ട്. യേശു പിന്തിരിഞ്ഞു നോക്കിയ ഒരു ഭാഗം സുവിശേഷത്തിലുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിലേക്കല്ല യേശു പിന്തിരിഞ്ഞു നോക്കിയത്, മറിച്ച് തന്നെ അനുഗമിക്കുന്ന തൻ്റെ പ്രിയ ശിഷ്യരുടെ ജീവിതത്തിലേക്കാണ്. യേശു പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ സുവിശേഷകൻ എഴുതി, യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസിനെയും മറ്റ് ശിഷ്യന്മാരെയും കണ്ടു. യേശു പത്രോസിനെ ശാസിച്ചു, സാത്താന്റെ സന്തതി, നീ ദൂരോട്ട് പോകുക എന്ന്. നിന്റെ ഹിതം ദൈവത്തിന്റെ ഹിതമല്ല, അതുകൊണ്ട് സാത്താനെ ദൂരെ പോകുക എന്ന് പത്രോസിനോട് പറഞ്ഞു. പിന്നീട് സുവിശേഷത്തില് പിന്തിരിഞ്ഞു നോക്കിയ ഒരു വ്യക്തിയെക്കുറിച്ച് കാണാം, ലോത്തിന്റെ ഭാര്യ. ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ഉപ്പ് തൂണായി മാറിപ്പോയി. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ആ പിന്തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിനാകണം. മറ്റു പലരും പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ ജീവിത നാശമാണ് അവർ കൊയ്തെടുത്തത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് നേട്ടമായി തീരുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യണം. 2 ദിനവൃത്താന്തം 7:14 പറയുന്നു, എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്നും അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആയിരിക്കണം ദൈവത്തിന്റെ ജനം പിന്തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പിന്തിരിഞ്ഞു നോക്കുന്നത് നമ്മളെ ദ്രോഹിച്ചവരെ എങ്ങനെ ഈ ലോകത്ത് നിന്നും ഉന്മൂലനം ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ ജീവിത പങ്കാളികളായിരിക്കുന്ന ഓരോ വ്യക്തികളെയും, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവർ ചെയ്ത ചെയ്തികളെ ഓർത്ത് അവരെ എങ്ങനെ ഏറ്റവും മോശമായ രീതിയിൽ താറടിച്ച് കാണിക്കാമെന്നാണ് പലപ്പോഴും നമ്മൾ പിന്തിരിഞ്ഞു നോക്കുന്നതിന്റെ ലക്ഷ്യം. നമ്മൾ കണക്ക് കൂട്ടുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മൾ കണക്ക് കൂട്ടുന്നത് നമ്മുടെ പ്രതിയോഗിയെ എങ്ങനെ വകവരുത്താമെന്നുള്ളതാണ്. നമ്മളെക്കാൾ കൂടുതൽ അധികമായി നേട്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയെ എങ്ങനെ ലോകത്തിന്റെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇങ്ങനെയുള്ള പിന്തിരിഞ്ഞു നോട്ടമൊന്നുമല്ല ഇവിടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പിന്തിരിഞ്ഞു നോക്കിയാൽ നമ്മളുടെ തന്നെ സ്വരം നമുക്ക് ശ്രവിക്കാൻ കഴിയണം. സുവിശേഷം പറയുന്നുണ്ട്, ജെറമ്യയുടെ പുസ്തകത്തില്, ഞാന് പിന്നിൽ നിന്നും ഒരു സ്വരം കേൾക്കുന്നു, ഇതിലേ പോകുക, ഇതാണ് നിന്റെ വഴിയെന്ന്. നമ്മുടെ ഉള്ളിലുള്ള മനസ്സാക്ഷി നമ്മളെ നയിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയണം. അങ്ങനെ ക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമായി തീരുക. ഇങ്ങനെ ക്രമീകരിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ സ്നേഹത്തോടുകൂടി നിങ്ങൾ കർത്താവിലേക്ക് തിരികുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കുകയും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയുമില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ, ഉച്ചത്തിൽ അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുവിൻ, നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുന്ന് ചെയ്ത നന്മകളെ കുറിച്ച് വേണം ചിന്തിക്കാൻ. ദ്രോഹങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, ഇവയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമാകുകയില്ല. നാശങ്ങളും കഷ്ടതകളും വേദനകളും കഷ്ടപ്പാടുകളും തരുന്നത്
ദൈവമാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും. അതുകൊണ്ട് എൻ്റെ ദൈവമേ, നീ എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് ചോദിക്കും. ഒരിക്കലും കഷ്ടതയും വേദനയും നാശവും തരുന്നത് ദൈവമല്ല എന്ന് യേശു പറഞ്ഞു. യോഹന്നാൻ 10:10 നമ്മൾ കേട്ടു. ഇപ്പോഴേ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി നൽകുവാനുമാണ്. കള്ളനാണ് വന്നത് നിങ്ങൾക്ക് കഷ്ടത തരുവാൻ, നിങ്ങളെ മോഷ്ടിക്കുവാൻ, നിങ്ങളുടെ ജീവൻ അപഹരിക്കുവാൻ. അപ്പോൾ ക്രിസ്തു പറഞ്ഞ വചനത്തിന് അധിഷ്ഠിതമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, നഷ്ടവും ക്ലേശവും ദാരിദ്ര്യവും പീഡനവും ഒക്കെ തന്നത് ദൈവമല്ല, മറിച്ച് അത് കള്ളനാണെന്ന് തിരിച്ചറിയും. കള്ളൻ ഇങ്ങനെ തരണമെങ്കിൽ ഈ കള്ളനുമായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പങ്കാളിത്തമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കള്ളനുമായിട്ട് ഒരു പങ്കാളിത്തവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്നവരൊന്ന് കൈവക്കാവോ? പ്രൈസ് ദി ലോർഡ്. ആരും കാണിയല്ല. അപ്പൊ കള്ളൻ എന്ന് പറഞ്ഞാൽ ആരാ? പിശാച്. പിശാചുമായിട്ട് നമുക്ക് ഒരു കരാറുണ്ടാവും എവിടെയെങ്കിലും. ചിലരെ എല്ലാ പാവം ഉപേക്ഷിക്കും, പുകവലി ഉപേക്ഷിക്കുകയില്ല. ചിലർ സർവ്വപാവം ഉപേക്ഷിക്കും, എന്നാൽ ജഡാസക്തി ഉപേക്ഷിക്കുകയില്ല. ചിലര് എല്ലാം ഉപേക്ഷിച്ചെന്ന് പറയും, എന്നാൽ ധനത്തോടുള്ള ആസക്തി ഉപേക്ഷിച്ചിട്ടുണ്ടാകില്ല. ചിലരെല്ലാം ഉപേക്ഷിച്ചു, എനിക്കൊന്നും വേണ്ടെന്ന് പറയും, ഞാൻ എല്ലാ നേരം ഉപവസിക്കുന്നു പറയും, പക്ഷെ ഭക്ഷണത്തിന്റെ ആസക്തി പോയിട്ടുണ്ടാകില്ല. ഉപവാസമൊക്കെ നടക്കുന്നുണ്ടാവും, ഭക്ഷണത്തോട് അമിതമായ ആസക്തി. അപ്പോൾ അത് കള്ളന്റെ പ്രവർത്തനമാണ്. അവനോട് നമ്മൾ പലതരത്തിൽ നമ്മളറിയാതെ സഖ്യം ചെയ്തിട്ടുണ്ട്. ഈ സഖ്യങ്ങളിൽ നിന്നെല്ലാമുള്ള വിടുതലാണ് സത്യസന്ധമായി അവനെ അന്വേഷിക്കുക. അതാണ് പറഞ്ഞത്, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവനെ തേടുമ്പോഴാണ് അവൻ നമ്മുടെ ക്ലേശങ്ങളിലേക്ക് ഇറങ്ങി വരികയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുക. അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായ രീതിയിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനായി എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ജീവിതം ഏറ്റവും നന്നാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ആ നന്മയിലേക്ക് നമ്മുടെ ആഗ്രഹത്തിന്റെ നന്മയെ കൂട്ടിച്ചേർക്കുമ്പോൾ ദൈവത്തിന് ആഗ്രഹിച്ച നന്മയും നമ്മൾ ആഗ്രഹിച്ച നന്മയും തമ്മിൽ വലിയ അന്തരമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് കാരണമായി തീരുക. അതുകൊണ്ട് നമുക്ക് പാടാം ഈ ഗായകരോട് ചേർന്ന്, മനുഷ്യ നിന്നിലേക്ക് നീ തിരിഞ്ഞാലും, നിന്നിൽ നിന്ന് നിന്റെ സ്വരം നീ ശ്രവിച്ചാലും, നിന്റെ ശക്തിയൊന്ന് നീ അളന്നാലും, നിന്റെ പ്രവൃത്തിയാകെ നീ ഒന്ന് തികഞ്ഞാലും, ഭൂവിൽ നിന്റെ ജീവിതം അല്പകാലം പുതുമഴയിൽ തകർന്നടിയുന്ന നീർക്കുമിള പോലെയാണ്. പാടാം, നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ മുമ്പിൽ കൊടുത്തുകൊണ്ട് പാടാം. നിന്നിൽ നിന്നും നിന്റെ സ്വരം നീ ശ്രവിച്ചാലും, നിന്റെ ശക്തിയാകെയൊന്നു നീ അളന്നാലും, നിൻ പ്രവൃത്തിയാകെയൊന്നു നീ ചികഞ്ഞാലും, ഭൂവിൽ നിന്റെ ജീവിതം അല്പകാലം പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഭൂവിൽ നിന്റെ ജീവിതം അല്പകാലം പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഹേ മനുഷ്യ, നിന്നിലേക്ക് നീ തിരിഞ്ഞാലും, നിന്നിൽ നിന്നും നിന്റെ സ്വരം നീ ശ്രവിച്ചാലും, നിന്റെ ശക്തിയാകെയൊന്നു നീ അളന്നാലും, നിൻ പ്രവൃത്തിയാകെയൊന്നു നീ ചികഞ്ഞാലും. ഈ ജീവിതം തിമർത്താടിയ നിമിഷങ്ങളുണ്ട്. ആരെയും വകവയ്ക്കാതെ കൂസാതെ ജീവിതം ആസ്വദിച്ചു പോയ നിമിഷങ്ങളുണ്ട്. ഓർക്കുക, ഈ സുഖങ്ങളില് നമ്മൾ ആഴ്ന്നിറങ്ങിയപ്പോൾ നമ്മൾ ദൈവത്തെയാണ് വിസ്മരിച്ചു കളഞ്ഞത്. നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ കരുണ ചൊരിയാൻ മറന്നുപോയ നിമിഷങ്ങളുണ്ട്. അനുദപിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് നമുക്ക് പാടാം.
ജന്മം നീതിമത്തിട്ടാസ്വദിക്കുമ്പോൾ നിന്റെ സുഖങ്ങളിൽ നീ താഴ്ന്നിറങ്ങുമ്പോൾ നിന്റെ ജന്മം നീതിമത്തിട്ടാസ്വദിക്കുമ്പോൾ ഇന്ദ്രിയ സുഖങ്ങളിൽ നീ താഴ്ന്നിറങ്ങുമ്പോൾ ഓർക്കുക നിൻ ശക്തി ദൈവശക്തിയല്ലയോ, ഓർക്കുക നിൻ രൂപം യേശുരൂപമല്ലയോ, ഓർക്കുക നിൻ ശക്തി ദൈവശക്തിയല്ലയോ, ഓർക്കുക നിൻ രൂപം യേശുരൂപമല്ലയോ. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഹേ മനുഷ്യ, നിന്നിലേക്കു നീ തിരിഞ്ഞാലും നിന്നിൽ നിന്നും നിന്റെ സ്വരം നീ ശ്രവിച്ചാലും നിന്റെ ശക്തിയാകെയൊന്നു നീ അളന്നാലും നിൻ പ്രവൃത്തിയാകെയൊന്നു നീ തികഞ്ഞാലും. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാരോട് പറഞ്ഞു, സർവ്വതും ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ഇത് നമ്മളോടും പറയുന്നു. നമ്മൾ ഇന്ന് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം ആരുടേതാണ്? എല്ലാം ദാനമായി കിട്ടിയതാണ്. ദാനമായി കിട്ടിയതല്ല എന്ന രീതിയിൽ നമ്മളിപ്പോഴും അഹങ്കരിച്ച് തിമിർത്താടുകയാണ്. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാം നിന്റെ ദാനമാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് നമുക്കുള്ള സർവ്വതയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവ്വതും നിൻ ദൈവദാനമായിരിക്കലും സ്വന്തമെന്ന മട്ടിലല്ലോ നീ ചരിക്കുന്നു. സർവ്വതും നിൻ ദൈവദാനമായിരിക്കലും സ്വന്തമെന്ന മട്ടിലല്ലോ നീ ചരിക്കുന്നു. ഇന്നു നിന്റെ ജീവനെ അവൻ വിളിക്കുകയിൽ സ്വന്തമാക്കി വെച്ചതൊക്കെ എങ്ങു പോയിടും. ഇന്നു നിന്റെ ജീവനെ അവൻ വിളിക്കുകയിൽ സ്വന്തമാക്കി വെച്ചതൊക്കെ എങ്ങു പോയിടും. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഹേ മനുഷ്യ, നിന്നിലേക്ക് നീ തിരിഞ്ഞാലും നിന്നിൽ നിന്നും നിൻ സ്വരം നീ ശ്രവിച്ചാലും നിന്റെ ശക്തിയാകെയൊന്നു നീ അളന്നാലും നിൻ പ്രവൃത്തിയാകെയൊന്നു നീ തികഞ്ഞാലും. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ഭൂമിയിൽ നിന്റെ ജീവിതം അല്പകാലം, പുതുമഴയിൽ തകർന്നടിയും കുമിള പോലെ. ജീവിക്കുന്ന കർത്താവേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ച് നിന്റെ സ്വന്തമാക്കിയത് നിന്റെ ദാസരായ ഞങ്ങള് അവിടുത്തെ ഭവനത്തിൽ അവിടുത്തോടൊന്നിച്ച് നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ വേണ്ടിയാണല്ലോ ഈശോയെ. എന്നാൽ ഞങ്ങള് അങ്ങയുടെ മുഖം ദർശിക്കാതെ സൃഷ്ടവസ്തുക്കളില് ഞങ്ങളുടെ കണ്ണ് മനസ്സുമൊക്കെ ഉടക്കി ഞങ്ങൾ ഈ ലോകത്തിൻ്റെതായി ജീവിച്ചു പോയതിനെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. ഈശോയെ, ഇന്ന് ഞങ്ങളിലേക്ക് ചുരിയപ്പെട്ട ദിവ്യവചസ്സുകളുടെ ശക്തി ഗ്രഹിച്ചറിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സ്വന്തമായി അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് സ്വന്തമാക്കണമേ. ഈശോയെ, ഇനി ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ സ്വന്തമായി മാറട്ടെ. നിത്യജീവൻ ലക്ഷ്യമാക്കി ഞങ്ങളുടെ ജീവിതം അങ്ങ് മാറ്റിമറിക്കണമേ. ഞങ്ങളെന്നും
നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്നവരാകട്ടെ. ഈ ലോകത്തിലെ ഒന്നും ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ അങ്ങ് അനുവദിക്കരുതേ. സാത്താൻ ഞങ്ങളെ പ്രലോഭനങ്ങളുമായിട്ട് വരുമ്പോൾ ഈശോയെ കടന്നു പോകുന്ന ആ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളിൽ ഞങ്ങളുടെ മനസ്സിനെ കുടുക്കിയിടാതെ എന്നും നിലനിൽക്കുന്ന അങ്ങയുടെ രാജ്യത്തിൻ്റെ ആ മഹത്വം ദർശിക്കുവാൻ, വരാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടതകളൊക്കെ വളരെ നിസ്സാരമാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അപ്പസ്തോലിൻ്റെ വാക്കുകളൊക്കെ ശ്രവിച്ച് സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നിരാശപ്പെടാതെ എല്ലാം നിത്യതയുടെ അനുഗ്രഹങ്ങളായി കാണുവാൻ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും എളിയൊരായി എനിക്കും കൃപ നൽകണമേ. കർത്താവേ, ഇന്ന് അവിടുത്തെ അഭിഷേക തൈലത്താൽ മുദ്രയിടാൻ പോകുന്ന ഈ മക്കളും അവിടുത്തെ കൃപ നിറഞ്ഞവരായി ലോകത്തിൽ ജീവിക്കുവാൻ ഇടയാക്കണമേ. അവർക്ക് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ശക്തി നൽകണമേ. ഹല്ലേലൂയ. യേശുവിന്റെ ശക്തിയാൽ ഈ മക്കൾ അഭിഷേകം ചെയ്യുമ്പോൾ അവിടുത്തെ കൃപയിൽ വന്നറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പിതാവായ ദൈവത്തിന്റെയും അവിടുത്തെ പുത്രനായ യേശുമിശിഹായുടെയും പരിശുദ്ധാത്മാവിന്റെയും കൃപ ഇവരിൽ വന്നു നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോക മോഹങ്ങളിൽ നിന്ന്, ഈ ലോകത്തിന്റെ സുഖത്തിന്റെ ആസക്തിയിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ കൃപയും അവിടുത്തെ സമാധാനവും അവിടുത്തെ നിത്യരക്ഷയും സ്വന്തമാക്കുവാനുള്ള മനസ്സ്, ചിന്ത ഇന്ന് നമുക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. എല്ലാ ലോകമോഹ ബന്ധനങ്ങളിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ട് നിത്യതയെ വിലയം പ്രാപിക്കാനുള്ള ജീവിത വഴികൾ അന്വേഷിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഈ ലോക ചിന്തകളിൽ നിന്ന്, ഈ ലോകത്തിന്റെ ആകർഷകമായ എല്ലാ വസ്തുക്കളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ട് നിത്യരക്ഷയെ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, മഹത്വം, മഹത്വം. ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ, ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ, അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ, തിരുമൊഴിയായി വരൂ ശുദ്ധീകരിക്കാൻ. കഴുകണമേ, കഴുകണമേ, തിരുനിണത്താൽ കഴുകണമേ, 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 തിരുനിണത്താൽ കഴുകണമേ. വിശുദ്ധ ശ്ലീബായുടെ ചുംബനത്താല് നമ്മളുടെ ആത്മാവും ശരീരവും പവിത്രീകരമാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ ശക്തിയും കൃപയും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുകയാണ്.
നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന എല്ലാ ആസക്തികളിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാനുള്ള വലിയ കൃപയുടെ നിമിഷങ്ങളാണ്. നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപാന്തരപ്പെടട്ടെ. ഈ തൈലാഭിഷേക നിമിഷങ്ങളിലെ വിശുദ്ധ ശ്ലീഹായുടെ ചുംബനത്താല് നമ്മളെ മുദ്രിതരാക്കി തീർക്കുന്ന പരിശുദ്ധാത്മാവിന്റെ രക്ഷയിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. തൈലാഭിഷേകത്താൽ തൈലാഭിഷേകത്താൽ നീ ശുദ്ധീകരിച്ചിടുന്നു. വിശ്വാസത്തോടെ പാടാം. അഭിഷേകത്താൽ നീ ശുദ്ധീകരിച്ചിടുന്നു. വിശുദ്ധ ശ്ലീഹായാൽ നീ മുദ്രിതമായിടുന്നു. വിശുദ്ധ ശ്ലീഹായാൽ നീ മുദ്രിതമായിടുന്നു. ആപാദം നന്നരമായിടുന്നു. നിത്യതയും ഈ നിമിഷം ആപാദം നന്നരമായിടുന്നു. നിത്യതയും ഈ നിമിഷം കൈയടിച്ചോണ്ട് കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ. അഗ്നിയായി വന്നിടൂ ശുദ്ധീകരിക്കാൻ ആത്മാവായി വന്നിടൂ ശുദ്ധീകരിക്കാൻ ജലമായി വന്നിടൂ ശുദ്ധീകരിക്കാൻ തിരുമൊഴിയായി വരും ശുദ്ധീകരിക്കാൻ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് നമ്മൾ കടന്നു ചെല്ലുന്നിടത്തെല്ലാം നമുക്ക് പരിശുദ്ധി വിതയ്ക്കുവാൻ കഴിയും. എന്നാൽ നമ്മളുടെ ജഡികമായ ചിന്തകള്, ആഗ്രഹങ്ങള് ഈ ആത്മാവിനെ നമ്മളിൽ ഞെരുക്കപ്പെട്ടിട്ടുണ്ട്. ഞെരുക്കപ്പെട്ട ഈ ആത്മാവിന് സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ജഡാസക്തികളെയും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളുടെ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അത് നമ്മുടെ ഭവനത്തിലാകാം, മറ്റിടങ്ങളിലാകാം, അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തിയാൽ അവര് നിറയപ്പെടുവാൻ, നമ്മുടെ പാദസ്പർശനം ഏൽക്കുന്നിടം എല്ലാം വിശുദ്ധീകരിക്കപ്പെടാൻ കൃപ തന്നിരിക്കുന്ന കർത്താവിന്റെ മുമ്പില് എളിമയോടെ നിന്ന് നമുക്ക് വീണ്ടും ഈ ഗാനത്തിന്റെ അടുത്ത ഭാഗങ്ങൾ പാടാം. നിൻ പാദസ്പർശനത്താൽ നീ ചെല്ലുന്നിടമെല്ലാം നിൻ പാദസ്പർശനത്താൽ നീ ചെല്ലുന്നിടമെല്ലാം നിന്നിടെ ആത്മാവാൽ ശുദ്ധീകരിച്ചിടും. നിന്നിലെ ആത്മാവാൽ ശുദ്ധീകരിച്ചിടും. ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ, ദൈവകൃപയാൽ നിറഞ്ഞവൻ നീ, ദൈവസ്നേഹത്താൽ നിറഞ്ഞവൻ നീ. കഴുകണമേ കഴുകണമേ തിരുനിണത്താൽ കഴുകണമേ 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 തിരുനിണത്താൽ കഴുകണമേ. അഗ്നിയായി വന്നിടൂ
ശാന്തമാക്കാം. ആഴമായ ഹൃദയ നിശബ്ദതയിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രത്യേകം ശ്രദ്ധിക്കുക, അച്ഛൻ്റെ ശുശ്രൂഷ ഏറ്റുവാങ്ങിയവരെ, തൈലാഭിഷേകവും ശ്രീവാചുംബനവും സ്വീകരിച്ചവരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർ അവിടെ തന്നെ നിൽക്കുക. ഈ ശുശ്രൂഷ സ്വീകരിച്ചവരിലെ ശാരീരികമായ വളരെ ക്ലേശം അനുഭവിക്കുന്നവരെ, പ്രത്യേകിച്ചും ശരീരത്തിന് വേദന, ശരീരത്തിൻ്റെ ഏത് ഭാഗത്തായും തല മുതൽ പാദം വരെയുള്ള ഇടങ്ങളിലുള്ള വേദനകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, അതെത്ര കാലപ്പഴക്കം ചെന്നതാകാം, ഓർമ്മ വെച്ച നാൾ മുതലുള്ളതാകാം, ഇടയ്ക്കിടയ്ക്ക് ഈ അസഹ്യമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവർ ആര് തന്നെയായാലും അവർ ശ്രദ്ധിക്കുക. നമ്മൾ പാടി, ആപാദം നിർമ്മലമായിടുന്നു നിന്റെ ദേഹവും ദേഹിയും ഈ നിമിഷം. തൈലാഭിഷേകത്താൽ ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വേദന ഇപ്പോഴ് ശ്രദ്ധിച്ച് കേൾക്കുക. എവിടെയെങ്കിലും വേറെ എന്താ ചിന്തിച്ചാൽ മനസ്സിലാകില്ല. തൈലാഭിഷേകം സ്വീകരിച്ചവരെ, അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അവർക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവര് ഈ സ്റ്റേജിലേക്ക്, ഈ സ്റ്റുഡിയോയുടെ മുമ്പിലേക്ക് കയറി വരാം. വേദനയുള്ളവർ ഇങ്ങോട്ട് നീങ്ങി നിൽക്കാം, ഇങ്ങോട്ട് കയറി വരാം. ശ്രദ്ധിച്ച് കേട്ടെന്ന് വിചാരിക്കും ആരുടെയും ശരീരത്തിൽ വേദന ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വേദനയുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ, കാലിനോ കൈക്കോ മുട്ടിനോ വയറിനോ തലയ്ക്കോ, ഇനി വയറിന് ഉള്ളിലോ ഹൃദയത്തിൻ്റെ ഉള്ളിലോ എവിടെയൊക്കെ വേദന അനുഭവപ്പെടുന്നോ അവര് തൈലാഭിഷേകം സ്വീകരിച്ചവർ മാത്രം ഇങ്ങോട്ട് പോരെ, മുന്നോട്ട് പോരെ, ഇങ്ങോട്ട് കയറി പോരെ, അങ്ങോട്ട് നിൽക്കാം, അങ്ങോട്ട് നിൽക്കാം, അങ്ങോട്ട് നീങ്ങി കയറി പോരെ, ഇങ്ങോട്ട് പോരെ, ഇങ്ങോട്ട് പോരെ. അങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ട് കയറി, അങ്ങോട്ട് തിരിഞ്ഞു. ശാരീരികമായി ഒത്തിരി പ്രയാസം അനുഭവിക്കുക, വേദന അനുഭവപ്പെടുന്നു. ഇതിൽ ദീർഘനാളായിട്ട് വേദന അനുഭവപ്പെടുന്നവര് അവരൊന്ന് കൈവക്കാവോ? ദീർഘനാളായിട്ട് എത്ര വർഷമുണ്ട്? ഒരു 20 വർഷം വേദനയുള്ളവർ, 20 വർഷമായിട്ടും വേദനയുണ്ട്, അവർ മാത്രം ഒന്ന് കൈപൊക്കി. 20 വർഷമായിട്ട് വേദനയുണ്ട്, 2 പേരുണ്ട്. 10 വർഷമായിട്ട് വേദന അനുഭവപ്പെടുന്നവര്, ഒരു 5 വർഷമായിട്ട് വേദനയുള്ളവര്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വേദന അനുഭവപ്പെടുന്ന, വർഷങ്ങളായിട്ട് വേദന അനുഭവപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ പ്രത്യേകമായ ശുശ്രൂഷ ഇവർക്ക് നൽകിയിട്ടുണ്ട്. തൈലാഭിഷേകവും ശ്രീവായുടെ ചുംബനവും ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മൾ അച്ഛൻ പ്രത്യേകം വിശുദ്ധ ജലം ഉപയോഗിച്ച് ഇവരെ നമ്മളെല്ലാവരെയും വിശദീകരിച്ച് തളിച്ചു. നമ്മൾ ജപമാല ശുശ്രൂഷയിലൂടെ, വചന ശുശ്രൂഷയിലൂടെ, സ്തുതി ആരാധനയിലൂടെ ഈ അഭിഷേക ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിമിഷങ്ങളിൽ ഈ മക്കളുടെ മേൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ ഭാരവും വേദനകളും പൂർണ്ണമായി നീക്കപ്പെടുവാൻ വേണ്ടി നമ്മുടെ കരമൊന്ന് നീട്ടാം. ഇവരുടെ ശിരസിലേക്ക്, ഇവരുടെ എല്ലാ ജീവിത മേഖലകളിലേക്കും, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ജീവിത പങ്കാളിയിലേക്ക്, മക്കളിലേക്ക്, മാതാപിതാക്കളിലേക്ക്, തലമുറയായി ഇവരിൽ വന്ന് ഭവിച്ചിട്ടുള്ള എല്ലാ വിനാശത്തിലും പൂർണ്ണമായി ഇവര് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടി കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഇവരെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ നിന്റെ അത്ഭുതകരമായ സ്പർശനം ഈ മക്കളുടെ മേല്, നിന്റെ പ്രിയപ്പെട്ട ജീവിതങ്ങളുടെ മേല് അവിടെ നൽകണമേ. ഇവരെല്ലാവരും പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വേദനയുള്ളവരെല്ലാം സ്തുതിച്ച് മനസ്സില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിന്റെ അത്ഭുതകരമായ സ്പർശനം ലഭിക്കുന്ന നിമിഷങ്ങളാണ്. രോഗശയ്യയിൽ എന്നെ തേടി വന്നു നീ, എന്റെ കട്ടിലിൽ നീ ചാരയിരുന്നു. എന്റെ രോഗശയ്യയിൽ എന്നെ തേടി വന്നു നീ, എന്റെ കട്ടിലിൽ
എന്റെ മിഴികളിൽ നിൻ തിരുമിഴിയിൽ നിന്നും ദിവ്യമാം പ്രകാശധാര പൂത്തുലഞ്ഞല്ലോ. എന്റെ മിഴികളിൽ നിൻ തിരുമിഴിയിൽ നിന്നും ദിവ്യമാം പ്രകാശധാര പൂത്തുലഞ്ഞല്ലോ. എന്റെ രോഗശയ്യയിൽ എന്നെ തേടി വന്നു നീ, എന്റെ കട്ടിലിൽ നീ ചാരയിരുന്നു. ഇവിടെ നിൽക്കുന്നവരെ, രോഗമുണ്ടെന്ന് പറഞ്ഞവരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വേദനയായിരുന്നോ ശരീരത്തിൽ അനുഭവപ്പെട്ടിരുന്നത്, അതിപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് നോക്കുക. തലവേദനയോ വയറുവേദനയോ പുറം വേദനയോ മുട്ടുവേദന, ഏത് തരത്തിലുള്ള വേദനയാണോ? ഹൃദയത്തിന്റെ ഉള്ളില്, ചങ്കിന്റെ ഉള്ളിലുള്ള പ്രയാസമായിരുന്നോ? എവിടെയെങ്കിലും ആയിക്കൊള്ളട്ടെ, തലയ്ക്കുള്ളിലായിരുന്നോ, കണ്ണിൻ്റെ ഉള്ളിലായിരുന്നോ, എവിടെയായിരുന്നാലും ഒന്ന് നോക്കുക. അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു വേദനയും ഇപ്പോൾ അനുഭവപ്പെടാത്തവരെന്ന് കൈപൊക്കിക്കേ. ഈ നിൽക്കുന്നവരിലെ ഒരു വേദനയും അനുഭവപ്പെടുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ ഒരു വേദനയും അനുഭവപ്പെടുന്നില്ല. ഉണ്ടായിരുന്ന വേദന ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. അങ്ങനെയുള്ളവര് കൈ ഒന്ന് പൊക്കിക്കേ. കൈ ഉയർത്തിപ്പോക്കണം, എന്നാലേ കൈ തുതിക്കാനില്ല, ഉയർത്തിപ്പോക്കണം. ഒരു ആള് പൊക്കിയിരിക്കുന്നു. ഇനി ആ ശരീരത്തിലുണ്ടായിരുന്ന വേദന എവിടെയും നോക്കുക. നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? വേദന മാറുന്നു തോന്നുവാണെങ്കിൽ, മാറിയെന്ന് തോന്നിയെങ്കിൽ, ശരീരത്തിൽ വേദന ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ കരം ഉയർത്താം. പ്രൈസ് നമ്മൾ ഉയർത്തിയ ഈ അമ്മച്ചോട് ചോദിക്കുക, എന്തായിരുന്നു എനിക്ക് നടുവിനും കാലുമുട്ടിനും ശരീരം ആകെ വേദന. കൈ ഉയർത്തിയപ്പം വേദന ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പം കുറവുണ്ട്. മാത്രം കുറവുണ്ട്, പൂർണ്ണമായിട്ട് കുറഞ്ഞു. പൂർണ്ണമായിട്ടും കുറഞ്ഞു എന്നാണ് പറയുന്നത്. അമ്മച്ചി അങ്ങോട്ട് പോയിക്കോ. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് വീണ്ടും ഇവരെ സമർപ്പിക്കാം. അച്ഛന്റെ ശുശ്രൂഷ സ്വീകരിച്ചവരെ ഇനിയും താഴെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് വേദന തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് കടന്നു വരാം. ഈ നിൽക്കുന്ന ഓരോ മക്കളെയും നമുക്ക് കർത്താവിന് കൊടുക്കാം. ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഇവരുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ സ്പർശനം പൂർണ്ണമായി ലഭിക്കാൻ, ഏത് തരത്തിലുള്ള വേദനയാണോ, ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടാണോ അവർ നേരിടുന്നത്, അതിന്റെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും, അത് സൗഖ്യപ്പെടാനുള്ള എല്ലാ തടസ്സങ്ങളും യേശുവേ അങ്ങ് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യം നൽകുന്ന കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം. യേശുവേ നന്ദി, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നിൽക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ സ്റ്റേജിലേക്ക് കടന്നവര് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ ഈ നിമിഷങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന്, വേദനയോ പ്രയാസങ്ങളോ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക. നോക്കുക, വേദനയുണ്ടോ? നിൽക്കാതെ എവിടെയായിരുന്നു വേദനയെങ്കിൽ അവിടെ ഇപ്പോൾ വേദന തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല എങ്കിൽ അവർ കൈവക്കാം. വേദന മാറിയെന്ന് തോന്നുന്നു ഒരാൾ കൈവക്കും. എന്തായിരുന്നു വേദന അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്? വയറിന് മൊത്തം ഒരു കല്ലപ്പ് പോലെ കിടക്കുമായിരുന്നു. ഭയങ്കര ഒരു വേദനയായിരുന്നു ഇവിടെ നിന്നപ്പോൾ. ഇപ്പോൾ ഇവിടെ സ്റ്റേജിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഗ്യാസ് പോകുന്ന മാതിരി എനിക്ക് തോന്നി. മാറി. കർത്താവ് തൊടുന്നു, ഓരോ മക്കളെയും തൊടുന്നു. അതുകൊണ്ട് ആ ചേച്ചി അങ്ങോട്ട് പോയിക്കോളൂ, ചേച്ചി പോയിക്കോളൂ. ഓരോ പ്രയാസങ്ങളും കർത്താവ് എടുത്തു മാറ്റും. നമ്മുടെ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടും, നമുക്കത് ബോധ്യമാകും. നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും നമുക്കത് ഗ്രഹിക്കാൻ പറ്റും. കർത്താവിന്റെ സ്പർശനം അത്രയും ഗ്രഹിക്കാൻ പറ്റുന്നതാണ്. നമുക്കൊരിക്കൽ കൂടി ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഇടപെടല് സമൃദ്ധമായി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ മഹത്വം. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. നിൽക്കുന്നവർക്ക് അവരുടെ നിന്ന സ്ഥാനത്തേക്ക് തന്നെ പോകാം. നിങ്ങളുടെ മേൽ കർത്താവിന്റെ സ്പർശനം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് പോകുന്ന വഴികളിലും അടുത്തുള്ള നിമിഷങ്ങളിലും തിരിച്ചറിയാൻ കഴിയും. പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ നിങ്ങൾക്ക് ആയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി നിൽക്കാം. ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പിന്നീട് വന്ന് സാക്ഷ്യം പറയാം. കർത്താവ് കഴിഞ്ഞ ഒരു ദിവസങ്ങൾക്ക് മുമ്പ് ജന്മനാല് കണ്ണിന് കാഴ്ചയില്ലാതെ ഒരു കുഞ്ഞിനെ നമ്മൾ ഇവിടെ നിർത്തി പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിന് അപ്പോൾ സൗഖ്യം കിട്ടിയില്ല. പിന്നീട് വീട്ടിൽ ചെന്നപ്പോൾ ആ കുഞ്ഞിന് സൗഖ്യം കിട്ടി. പിന്നീട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ കർത്താവിന്
എപ്പോൾ വേണേലും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാം. ഇവിടുന്ന് ഇപ്പോൾ സൗഖ്യം കിട്ടിയില്ല എന്ന് വിചാരിച്ച് മനസ്സിൽ നിരാശപ്പെടേണ്ട. നിങ്ങൾ ആയിരിക്കുന്ന വഴികളിൽ, പോകുന്ന വഴികളിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് നിങ്ങളെ സ്പർശിക്കും. അവന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും മാറ്റി അവനെ സ്തുതിക്കാൻ, നിത്യജീവൻ ലക്ഷ്യം വെച്ച് മുന്നേറാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കൈയടിച്ചുകൊണ്ട് പാടാം. ഭവനം നിൻ ഭവനം എല്ലാവരും വാഴും ഭവനം, ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഭവനം സന്തോഷത്തോടെ ഭവനം ഇത് ദൈവം വാഴും ഭവനം. ഈ ഭവനത്തിലേക്കിതാ ഈശോ നിന്നെ വിളിച്ചിടുന്നു. ഈ ഭവനത്തിലേക്കിതാ ഈശോ നിന്നെ വിളിച്ചിടുന്നു. മറ്റുള്ളവരൊന്ന് വിളിക്കാം. അടുത്തേക്കുള്ളവർക്ക് ക്ഷയിക്കാനും എടുത്ത് വിളിക്കാം. വരൂ പ്രിയ മകനേ, വരൂ വരൂ പ്രിയ മകനേ, വരൂ വരൂ പ്രിയ മകനേ. ഈ ഭവനം നിൻ ഭവനം ഇത് ദൈവം വാഴും ഭവനം. ഈ ഭവനം നിൻ ഭവനം ഇത് ദൈവം വാഴും ഭവനം. എല്ലാ സന്തോഷവും അനുഭവിക്കാൻ, ഈ ലോകമോഹങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം പ്രാപിച്ച് സ്വർഗീയമായ സന്തോഷം അനുഭവിക്കാൻ ഈ ഭവനത്തിലേക്ക്, കർത്താവ് വാഴുന്ന ഈ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു വന്ന് അവനെ ആരാധിക്കാം. നൊമ്പരങ്ങളാ നിൻ മനസ്സ് മൂടിയല്ലോ, രോഗപീഡയാ നിൻ മിഴികളൊഴുകിയല്ലോ. നൊമ്പരങ്ങളാ നിൻ മനസ്സ് മൂടിയല്ലോ, രോഗപീഡയാ നിൻ മിഴികളൊഴുകിയല്ലോ. ഈ നിമിഷം നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ, നീ സുഖമായിടുമല്ലോ. ഈ നിമിഷം നിന്റെ ദൈവം നിന്നെ തൊടുമല്ലോ, നീ സുഖമായി